എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ കണ്ണാടി പയ്യൻ ഓറിയോ അവനാണെങ്കിൽ ആ ഹോലോ ബ്രദറിനെയും പിടിച്ചു വലിച്ച് അങ്ങനെ ഉഷാറായിട്ട് ഓടുകയാണ്. കാരണം അവന്റെ തൊട്ടു പിന്നിൽ ആ അലങ്കാർ ലേഡിയുണ്ട്. അവളുടെ ആ ബ്ലേഡ് പവർ അതങ്ങനെ നല്ല ഫോഴ്സിൽ കറങ്ങി കറങ്ങി അവർക്ക് പിന്നാലെ വരികയാണ്. അലങ്കാർ ലേഡി ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ അങ്ങനെ തുള്ളിച്ചാടുകയാണ്. കാരണം നമ്മുടെ ആൾക്കാർ അവർ പേടിച്ചോടുകയാണ്. കണ്ണാടി പയ്യൻ ചുറ്റും നോക്കും, എങ്ങനെയെങ്കിലും ആ ഹോളോ ബ്രദറിനെ അവളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ അവന്റെ ജീവൻ നഷ്ടാവും. എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അവനൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണാടിപ്പയ്യൻ ഓറിയോ അവനിപ്പോ അവന്റെ പവർ ഉപയോഗിച്ച് ഒരു ആരോ ക്രിയേറ്റ് ചെയ്ത് അത് അവന് നേരെ അയക്കുകയാണ്. ആരോ ആണെങ്കിൽ ഹോലോ ബ്രോയെ അങ്ങനെ തൂക്കിയെടുത്ത് മറ്റൊരു റൂമിലേക്ക് തെറിപ്പിച്ചിടും. അലങ്കാർ ലേഡിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അവൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന് ചിന്തിച്ച് അവൾ കൺഫ്യൂസ്ഡായി അവന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം വീണ്ടും വീണ്ടും നിർത്താതെ ആ ബ്ലേഡുകൾ ഓറിയോയ്ക്ക് നേരെ അയക്കുകയാണ്. ഓറിയോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ അറ്റാക്കിൽ നിന്ന് എല്ലാം രക്ഷപ്പെടും. അത് കണ്ട് അവളാണെങ്കിൽ വീണ്ടും വീണ്ടും അവളുടെ സർവ്വശക്തി ഉപയോഗിച്ച് ആ ഒരു ബ്ലേഡുകൾ തിരിച്ചും മറിച്ചും അവന്റെ നേർക്ക് അയക്കുകയാണ്. അടുത്ത നിമിഷം അവളെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണാടി പയ്യൻ ഓറിയോ അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഒരു സ്ക്വാഡ് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ആ സ്ക്വാഡ് ഉപയോഗിച്ച് അവൻ ആ ഒരു ബ്ലേഡ് അതങ്ങനെ രണ്ടായി വെട്ടിയിടും. അരങ്കാർ പെണ്ണാണെങ്കിൽ ആ കാഴ്ച കൊണ്ട് അങ്ങനെ ഫ്രീസ് ആവുകയാണ്. ഇവരെ കൊണ്ടെങ്ങനെ എന്റെ ഇത്രയും പവറും സ്ട്രോങ്ങും ആയിട്ടുള്ള ബ്ലേഡ് അത് തകർക്കാൻ കഴിഞ്ഞു ചിന്തിച്ച് അവളങ്ങനെ വണ്ടറടിക്കും. ലേഡിക്കാണെങ്കിൽ ഏകദേശം കാര്യം പിടികിട്ടും. നമ്മുടെ കണ്ണാടി പയ്യൻ ഓറിയോ അവൻ ഒരു സോൾ റീപ്പർ അല്ല. അവൾ അവനോട് ചോദിക്കും, സത്യം പറയും, നീ ഒരു ക്വിൻസി അല്ലേ? ഒരു ക്വിൻസിയെ കൊണ്ട് മാത്രമേ എന്റെ ഇത്രയും പവർഫുൾ ആയ ബ്ലേഡ് അത് തകർക്കാനായിട്ട് കഴിയൂ. നീ എന്തിനാ സോൾ റീപ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അവര് ഞങ്ങളെ കഴിഞ്ഞു വലിയ ശത്രുക്കളല്ലേ നിങ്ങൾ ക്വിൻസീസിന്റെ? അതിന് അവനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ വീണ്ടും അങ്ങനെ ചാടി വന്ന് അവളുടെ ബാക്കിയുള്ള ബ്ലേഡുകൾ കൂടെ വെട്ടി താഴെയിടുകയാണ്. അതിനുശേഷം അവളോട് പറയും, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും സഹായിക്കാൻ ശ്രമിക്കുന്നതും ഹോളോ വേൾഡിൽ പെട്ടുപോയ എന്റെ ഫ്രണ്ട് ഒറീബയാണ്. അവളെ തിരിച്ചു പിടിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് കേട്ട് അവളാണെങ്കിൽ നിർത്താതെ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കണ്ണാടി പയ്യൻ ഓറിയോ അവന്റെ സ്ക്വാഡ് അത് കൂടുതൽ പവറാക്കി അവളുടെ ബ്ലേഡുകളെ ഒന്നൊന്നായിട്ട് തകർക്കും. അവളാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവന്റെ സ്ക്വാഡിലേക്ക് നോക്കുകയാണ്. ഉടനെ കണ്ണാടി പയ്യൻ ഓറിയോ അവൻ ചിരിക്കും. നിന്റെ ബ്ലേഡുകൾ അത് ഓൾറെഡി ഷിവർ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതതിൻ്റെ വീക്ക്നെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ബ്ലേഡുകളെ വളരെ ഈസി ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും തകർക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള ക്വിൻസീസിന്റെ സ്ക്വാഡ് അത് സോൾ റീപ്പേഴ്സ് സമ്പത്തുമായിട്ട് നല്ല ഡിഫറെൻ്റ് ആണ്. ഇതും നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യും. ഇതിൽ നിന്ന് വരുന്ന ആ പവർഫുൾ ഫ്രീക്വൻസി പവർ അതാണ് നിന്റെ ബ്ലേഡുകളെ ഈസി ആയിട്ട് തകർത്തത്. അരങ്കാർ പെണ്ണിനാണെങ്കിൽ അത് കേട്ട് അവളുടെ ദേഷ്യം അത് 10 മടങ്ങ് ആവുകയാണ്. ആരെയെല്ലാം മനസ്സിലാക്കിയ അവളാണെങ്കിൽ അവളുടെ ബോഡിയിലുണ്ടായിരുന്ന എക്സ്ട്രാ പാർട്സ് അതങ്ങനെ ഡിസ്കാർഡ് ചെയ്ത് താഴേക്ക് ഇടുകയാണ്. കണ്ണാടിപ്പയ്യൻ ഓറിയോ ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കും. ഇതെന്തുകൊണ്ടായിരിക്കും അവൾ ഇത്തരത്തിൽ സ്വന്തം ബോഡി അത് അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഡിസ്കാർഡ് ചെയ്തെന്ന് ചിന്തിച്ച് അവനൊന്ന് കൺഫ്യൂസ്ഡ് ആവും. ഉടനെ അവള് പറയും, ഇതാണ് എന്റെ യഥാർത്ഥ രൂപം. എനിക്ക് ഈ 2 ചിറകുകളും എക്സ്ട്രാ ഫിറ്റിങ്ങും എല്ലാം തന്നെ ഒരു ബേർഡനാണ്. അതൊക്കെ ഒഴിവാക്കി വേണം ഇനി നിന്നോട് ഫൈറ്റ് ചെയ്യാൻ. ഞങ്ങളെപ്പോലുള്ള അരങ്കാസിന് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. ഇതുപോലെ ബോഡി പാർട്സ് വേണ്ടെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ വീണ്ടും ഡീജനറേറ്റ് ഒക്കെ ചെയ്ത് അതേ പാർട്സ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനും കഴിയും. ഇപ്പോൾ എനിക്ക് ഇതൊരു ബേർഡനാണ്. അതുകൊണ്ടാണ് നമുക്കിടയിലെ ഫൈറ്റിൽ ഇത് വേണ്ട എന്ന് കരുതി ഞാനിതിനെ ഡിസ്കാർഡ് ചെയ്ത് താഴേക്കിട്ടത്. ആ ലേഡി അരങ്കാറാണെങ്കിൽ അല്പസമയം കഴിയുമ്പോഴേക്കും ഇമോഷണലാവും. ഞങ്ങൾ അരങ്കാസ് ഐസന്റെ ഒരു എക്സ്പെരിമെന്റും പപ്പടും മാത്രമാണ്. അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും അവനെ പ്രൊട്ടക്ട് ചെയ്യാനും മാത്രം വിധിക്കപ്പെട്ടവര്. എന്റെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയുമാണ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. നിന്നെ തകർത്ത് കളയുക എന്നതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. സത്യത്തിൽ അതാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ സാഡായിട്ട് നിൽക്കും. കണ്ണാടിപ്പയ്യൻ ഓറിയോയ്ക്കാണെങ്കിൽ അവൾക്ക് എന്താ സംഭവിച്ചതെന്നോ അവൾ എന്താ പറയാൻ ശ്രമിക്കുന്നതെന്നോ ക്ലിയർ ആവില്ല. കണ്ണാടിപ്പയ്യൻ ഓറിയോ ആണെങ്കിൽ അവളുടെ ഓസ്കാർ അഭിനയമൊക്കെ കണ്ട് അങ്ങനെ അവളോട് കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ തോന്നുകയാണ്. ഇനി ഫൈറ്റ് ഒന്നും ചെയ്യാതെ അവനെ കടത്തിവിടും എന്നൊരു പ്രതീക്ഷ ഇപ്പൊ അവന്റെ മനസ്സിലേക്ക് വരും. പക്ഷെ അടുത്ത നിമിഷം അവന്റെ പ്രതീക്ഷകളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവളുടെ ടെയിലിൽ നിന്ന് ഒരു വെപ്പൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കണ്ണാടിപ്പയ്യൻ ഓറിയോ അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൾ ആ വെപ്പൻ അവന് നേരെ ആഞ്ഞടിക്കും. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ ചില്ലറക്കാരനല്ല, അവനൊരു ക്വൻസിയാണ്. അവൻ ഞൊട്ടിയടയിൽ അവന്റെ സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്ത് അതുകൊണ്ട് ബ്ലോക്ക് ചെയ്യും. അടുത്ത നിമിഷം അവളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കണ്ണാടിപ്പയ്യൻ അവനാണെങ്കിൽ ചുറ്റുമുള്ള പവറൊക്കെ അബ്സോർബ് ചെയ്ത് അവളുടെ വെപ്പൻ അതിനെ അങ്ങനെ കുറേശ്ശെ നശിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവൾ അത്ഭുതത്തോടു കൂടെ ഒരു കാഴ്ച അതങ്ങനെ നോക്കി നിൽക്കും. അതിന് കണ്ണാടിപ്പയ്യൻ പറയും, ഞങ്ങൾ ക്വിൻസീസ് വളരെ സ്പെഷ്യലാണ്. സോൾ റീപ്പേഴ്സിനും
ഹോലോസിനും ഇല്ലാത്ത ചില പ്രത്യേക കഴിവുകൾ ഞങ്ങൾക്കുണ്ട്. ചുറ്റുമുള്ള പവറൊക്കെ അബ്സോർബ് ചെയ്ത് അത് ഞങ്ങളുടെ വെപ്പനിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഞങ്ങൾക്ക് പലതിനെയും ഇല്ലാതാക്കാൻ നിഷ്പ്രയാസം സാധിക്കും. അത് കേട്ട് ആണെങ്കിൽ ഒരു മൈനർ ഹാർട്ട് അറ്റാക്ക് തന്നെ വന്നു പോവാണ്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കണ്ണാടിപ്പയ്യൻ ഓറിയോ ആണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന വെപ്പൻ എല്ലാം തന്നെ അവന്റെ പവർ ഉപയോഗിച്ച് അബ്സോർബ് ചെയ്തെടുക്കും. ഇത് കണ്ട് കലിയിളകി കൺട്രോൾ പോയ ആ ഒരു അലങ്കാർ ലേഡി അവളാണെങ്കിൽ അവളുടെ കയ്യിൽ ഉള്ള വെപ്പൻസ് എല്ലാം ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ പാഞ്ഞടുക്കുകയാണ്. കണ്ണാടിപ്പയ്യൻ ഓറിയോയ്ക്കാണെങ്കിൽ ഇപ്പൊ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവളെ ഓൾമോസ്റ്റ് തോൽപ്പിച്ചു എന്ന് അവന് നന്നായിട്ട് അറിയാം. ക്വിൻസീസിന്റെ പവർ അത് നീ കാണാനും അനുഭവിക്കാനും അറിയാനും പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ കംപ്ലീറ്റ് പവറിൽ ഒരു ആരോ ക്രിയേറ്റ് ചെയ്ത് അവൾക്ക് നേരെ അടിക്കുകയാണ്. അത് അവളുടെ വെപ്പനെ പോലും രണ്ടായിട്ട് പിളർന്ന് അവളുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി അവളങ്ങനെ മരിച്ച് താഴെ വീഴുകയാണ്. കണ്ണാടിപ്പയ്യൻ ഓറിയോ ആണെങ്കിൽ അവളെ തിരിഞ്ഞും മറിഞ്ഞു നോക്കും. അവൾക്കാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. അവളെ ഡിഫീറ്റ് ചെയ്തു എന്ന സന്തോഷത്തിൽ അവൻ അങ്ങനെ തിരിഞ്ഞു നടക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ ഹോലോ ബ്രോ അവനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. നമ്മുടെ കണ്ണാടിപ്പയ്യനെ കൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് അവൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതും. ആ ഹോളോ ബ്രോ ആണെങ്കിൽ ഇപ്പോ കണ്ണാടിപ്പയ്യനോട് പറയും, അവൾക്ക് ഇപ്പോഴും ജീവൻ നഷ്ടമായിട്ടില്ല, അവളെ കൊന്നിട്ടില്ല എങ്കിൽ അവൾ തിരികെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ഓറിയോ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവനുമായിട്ട് കടന്നു പോവാണ്. അതേസമയം അവളാണെങ്കിൽ പതിയെ തല ഉയർത്തി നോക്കുകയാണ്. അവളെ കൊണ്ട് കണ്ണാടിപ്പയ്യൻ ഓറിയെ കൊല്ലാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഐസൻ അവളെ കൊന്നുകളയുന്ന അവൾക്ക് നന്നായിട്ട് അറിയാം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത മുടിയൻ സാധുവെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ ഓപ്പണന്റുമായിട്ട് പൊരിഞ്ഞ അട്ടയിട്ടി ബഹളം. ആ ഓപ്പണന്റ് നല്ല രീതിയിൽ പിടിച്ചു വലിച്ച് അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യാണ്. അതിന് മുടിയൻ സാധോ അവനാണെങ്കിൽ അവന്റെ സർവ്വ പവർ ഉപയോഗിച്ച് അവനെ അങ്ങനെ ഇട്ടിച്ച് ദൂരേക്ക് തെറിപ്പിച്ച് കളയും. മുടിയനാണെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് ഒറിഹിബയെ കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ ഒരു അലങ്കാർ മുടിയനെ പോവാൻ അനുവദിക്കാതെ ഓരോ ഭാഗത്തു നിന്നും അവനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കൺട്രോൾ നഷ്ടപ്പെട്ട മുടിയൻ അവന്റെ സർവ്വശക്തി എടുത്ത് അതിനെ തട്ടി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അതിൽ കലിയളക്കിയ അരങ്കാറാണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ തട്ടി താഴെയിട്ട് അറഞ്ചം പുറഞ്ചം തല്ലും. മുടിയൻ സാധുവിനാണെങ്കിൽ ഒന്ന് എഴുന്നേക്കാൻ പോലും കഴിയില്ല. അവൻ മുടിയൻ സാധുവായി പിടിച്ചു വലിച്ച് അങ്ങനെ അവനെ തല്ലി തല്ലി കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അവന്റെ മനസ്സിലേക്ക് ഒറിഹിബയെയും ഇവയെ കുറിച്ചുള്ള ഓർമ്മകൾ അതങ്ങനെ മിന്നിമായും എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണം. അരങ്കാറാണെങ്കിൽ അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കില്ല. അവന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാരെ തിരികെ വേൾഡിലേക്ക് അയക്കുക എന്നത് മാത്രമാണ്. സോ അവൻ അതിനുവേണ്ടി ശ്രമിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.